മാസ്റ്റേഴ്സിലാണ് കണ്ടുമുട്ടിയത്. പ്രഭുദേവൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഇഷ്ടത്തിലായി. അപ്പം അങ്ങനെ പ്രഭുദ തിരിച്ച് നേപ്പാളിൽ പോകുമ്പോൾ പിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിക്കുമ്പം ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പായപ്പം ഇങ്ങനെ കല്യാണത്തിലെത്തി. Sarana is amazing. Like I don't know what to do. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഡാലസിലേക്ക് പോകും, തിരിച്ച് കോളേജ് ലൈഫിലേക്ക് പോകും. ആൻഡ് ഒരുമിച്ച് ഹോപ്പ്ഫുള്ളി ജോലി കിട്ടും എന്ന് വിചാരിക്കുന്നു. ശരണ്യനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ ശരണ്യയുടെ കൂടെ UG PG ഒക്കെ ചെയ്തിരുന്നതാണ്. ശരണ്യനെ ഞങ്ങൾ സാമി എന്നാണ് വിളിക്കുന്നത്. സാമി എന്ന് പറഞ്ഞാൽ വളരെ ചിയർഫുൾ ആയിട്ടും വളരെ എക്സൈറ്റഡ് ആയിട്ടും പിന്നെ എന്താ പറയാ ഹൈലി ഇന്റലക്ച്വൽ എന്ന് കൂടെ പറയാം. ഭയങ്കര സന്തോഷമുണ്ട്. അത് പ്രഭുദേവനെ എന്നെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് അതിലേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസം ആദ്യം നമുക്ക് പറയുകയാണെങ്കിൽ പേർഷ്മയെ തന്നെ ഓർമ്മ വരിക. അതായത് കുട്ടിയുടെ മുത്തശ്ശിമ, അച്ഛൻ്റെ അമ്മ, ഞാൻ പേർഷ്മ എന്ന് വിളിക്കും, എൻ്റെ പേർഷ്മയാണ്. അപ്പോൾ പേർഷ്മയ്ക്ക് കുറേ നല്ല ആഗ്രഹമായിരുന്നു ശരണ്യയുടെ മാരേജ് ഒന്ന് നടന്ന് കാണണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് പേർഷ്മ ഉണ്ടായിരുന്നെങ്കിൽ പേർഷ്മ ആദ്യം പറയുണ്ടാവുക നേപ്പാളിൽ നിന്നാണോ. അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ നല്ലോണം പൊരുത്തുണ്ട്, ഭയങ്കര കെയറിങ് ആണ്, ഒരു വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്തായാലും ഇപ്പൊ നമ്മുടെ കൂടെ ആവില്ല.
happy married life, both Sharnya and Prabuddha. എങ്ങനെയായാലും എവിടെയായാലും എങ്ങനെ ഇരുന്നാലും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എല്ലാവരും രണ്ടുപേരും നല്ല പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ നല്ല വിട്ടുവീഴ്ചകളോടൊക്കെ കൂടി സ്നേഹമായിട്ടിരിക്കട്ടെ എന്നുള്ളൊരു ആശംസ മാത്രമേ എനിക്കുള്ളൂ. നല്ലൊരു ജീവിതം നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. ആ ഒരു ആശംസയും അനുഗ്രഹവും മാത്രമേ ഞങ്ങൾക്കുള്ളൂ.